മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്ക വിടുന്ന ചരിത്രമാണ് ഇനി പറയാനുള്ളത്. മദീനയിലേക്ക് പോകുന്ന ചരിത്രം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്ക വിടാനുള്ള കാരണം എന്താ? പരിശുദ്ധമായ മക്കയോട് സലാം പറഞ്ഞിട്ട് പിറന്ന നാടാകുന്ന, ഇന്നലെ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞതാണ്, പിറന്ന നാടിനോട് സലാം പറഞ്ഞ് യാത്ര പറഞ്ഞു പോകുമ്പോ വല്ലാത്ത സങ്കടം ഉണ്ടാവും, വല്ലാത്ത വിഷമം ഉണ്ടാവും, അല്ലേ? പിറന്ന നാട്ടിൽ നിന്ന് സലാം പറഞ്ഞു പോകുമ്പോ ഒരു സങ്കടം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയം അള്ളാഹുവിന്റെ ഓർഡർ വന്നു, നബിയെ നിങ്ങൾ ഈ പരിശുദ്ധമായ മക്കയിൽ നിന്ന് തങ്ങളൊന്നും മാറി നിൽക്കണം. കാരണം എന്താ? പരിശുദ്ധമായ ഇസ്ലാം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ജനങ്ങളിലേക്ക് പ്രബോധനം തുടങ്ങിയ അന്ന് മുതൽ മക്കയിലെ ചില ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിയാൻ തുടങ്ങി, ചീത്ത വിളിക്കാൻ തുടങ്ങി, പരിഹസിക്കാൻ തുടങ്ങി. മുത്തായ തങ്ങളെ ചീത്ത വിളിക്കാനും പരിഹസിക്കാനും മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കാനും തുടങ്ങി. എവിടെ കണ്ടാലും മുത്തുനബിയെ കല്ലെറിയ, എവിടെ കണ്ടാലും മുത്തുനബിയെ ചീത്ത പറയാ, എവിടെ കണ്ടാലും മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്ക. ഇങ്ങനെ വല്ലാതെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ വന്ന, നബിയെ തങ്ങൾ മക്ക എന്ന മനോഹരമായ ഈ മണ്ണിൽ നിന്നൊന്നും മാറി നിൽക്കണം. തങ്ങൾ ഹിജ്റ പോവണം, ഇങ്ങോട്ട് തങ്ങൾ ഹിജ്റ പോവണം, ഈ പരിശുദ്ധമായ മക്കയിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കണം തങ്ങളെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ മക്ക വിടുകയാണ്. മക്ക വിടുന്നതിന് മുമ്പേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ചൊല്ലുന്നത് എങ്ങോട്ടാണ്? അള്ളാഹുവേ, പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തേക്ക് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുകയാണ്. കണ്ടിട്ടില്ലേ നിങ്ങളെ മനോഹരമായ കഅബ? എത്ര സങ്കടമുണ്ടെങ്കിലും ആ കഅബയുടെ തിരുമുറ്റത്തിൽ നിന്ന് ചെന്നിരുന്നാൽ മനസ്സിന് നല്ല സുഖമാണ്. എത്ര സങ്കടങ്ങൾ ഉണ്ടായാലും കഅബാലയത്തിന്റെ പരിസരത്തൊന്ന് ചെന്നിരിക്കുമ്പോ മനസ്സിനൊരു സുഖമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഹജ്ജിന് പോകുമ്പോ, ഉംറക്ക് പോകുമ്പോ പവിത്രമായ കഅബാലയത്തിന്റെ സമീപത്ത് നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് മൂലം എന്തിനാണ്? ആ കഅബയുടെ മുഖത്തേക്ക്, കഅബയിലേക്ക് വെറുതെ നോക്കുന്നത് മൂലം അല്ലാഹു നല്ല പ്രതിഫലം തരുന്ന കാര്യമാണ്. കഅബയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മൂലം അല്ലാഹു വലിയ പ്രതിഫലം നൽകുന്ന കാര്യമാണ്. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്ക വിടുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ സമീപത്ത് ചെല്ലുകയാണ്. കഅബയോട് സലാം പറയുന്നു, അസ്സലാമു അലൈക്കും യാ കഅബ, ഞാൻ പോവുകയാണ് കഅബ, ഞാൻ പോവുകയാണ് കഅബ, ഞാൻ പോവുകയാണ് കഅബ. നിന്നെ അത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഇവിടുന്ന് പോവാൻ എനിക്കൊരിക്കലും മനസ്സ് തോന്നുന്നില്ല കഅബ. കാരണം പിറന്ന നാടായ, ജനിച്ചു വളർന്ന നാടായ പരിശുദ്ധമായ മക്ക, ആ മക്കയുടെ മണ്ണിനോട് സലാം പറഞ്ഞ് യാത്ര പറയാൻ എനിക്കൊരിക്കലും ആഗ്രഹമില്ല. എന്റെ ഉമ്മയില്ലാത്ത ഈ നാട്ടിലെ, എന്റെ ബാപ്പയില്ലാത്ത ഈ നാട്ടിലെ കൂട്ടുകാരും കൂട്ടുകുടുംബങ്ങളും എല്ലാവരും നാട്ടുകാരും ഒറ്റപ്പെടുത്തുമ്പോ മാനസികമായി തളർന്നു പോവാതെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ചേർത്ത് പിടിക്കുകയാണ്. നബിയെ തങ്ങളെ സങ്കടപ്പെടണ്ട, തങ്ങളെ വിഷമിക്കണ്ട റസൂലേ, തങ്ങളെ വരിക, മക്കയോട് സലാം പറഞ്ഞു തങ്ങൾ പോവുക. കഅബാനത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് മുത്ത് റസൂലുള്ള വീണ്ടും പൊട്ടിക്കരഞ്ഞ് പറയുകയാണ്, കഅബ ഞാൻ പോയി വരാ, കഅബ നിന്നോടൊരിക്കലും വിരോധമുള്ളത് കൊണ്ടല്ല, നിന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല, നിന്നോട് നിന്റെ ഈ മണ്ണിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നാട്ടിൽ നിന്ന് എനിക്ക് പോവല് നിർബന്ധമാണ് കഅബ. എന്നിട്ട് കഅബാലയത്തിന്റെ സമീപത്ത് നിന്ന് മുത്ത് റസൂലുള്ള അങ്ങ് ദുആ ചെയ്യുകയാണ്, ഈ കഅബ നിലകൊള്ളുന്ന പരിശുദ്ധമായ മക്കയുടെ മണൽ തരികളിലൂടെ ഞാൻ നടന്നു പോകുമ്പോ എന്റെ ജീവിതത്തിന് വല്ലാതെ സുഖമായിരുന്നുവല്ലോ, എന്റെ ജീവിതത്തിൽ അത് വലിയ സമാധാനമായിരുന്നുവല്ലോ. ഇന്ന് ഞാൻ ഈ മക്ക നിലകൊള്ളുന്ന കഅബ നിലകൊള്ളുന്ന മക്ക വിട്ട് ഞാൻ പോകുമ്പോ എവിടേക്കാണ് പോകുന്നതെന്നറിയൂല. എന്റെ യാത്ര തുടങ്ങുകയാ, എന്റെ ഹിജറ തുടങ്ങുകയാ, എന്റെ യാത്ര അവസാനിക്കുന്നത് ഇതുപോലെ നല്ലൊരു നാട്ടിലാക്കണേ അല്ലാ. ഈ കഅബയുള്ള വണ്ണേ, ഈ കഅബയുടെ ചരിത്രം പറയുന്ന പരിശുദ്ധമായ മക്ക, എന്റെ ജനന സ്ഥലത്തിന്റെ കഥ പറയുന്ന പരിശുദ്ധമായ മക്ക, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും പരിശുദ്ധമായ സംസമിന്റെ ചരിത്രങ്ങൾ കിടന്നിറങ്ങുന്ന പരിശുദ്ധമായ മക്ക. ഒരുപാട് ചരിത്രാനുഭവങ്ങള് അല്ലാഹുവേ ഇസ്ലാമിക ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പരിശുദ്ധ പുണ്യഭൂമിയെ മക്ക. ഈ മക്ക വിട്ടുകൊണ്ട് മുത്തുനബി പോകുമ്പോ ഇതുപോലെയുള്ള മനോഹരമായ സ്ഥലത്ത് തന്നെ എന്റെ യാത്രയെ നീ അവസാനിപ്പിക്കണേ അല്ലാ. ഒരു നല്ല നാട്ടിൽ എനിക്ക് നല്ല നാട്ടിലെത്താ നീ എനിക്ക് സൗഭാഗ്യം തരണേ അല്ലാ. പിറന്ന നാടായ മക്കയിലെ കഅബാലയത്തിനോട് സലാം പറഞ്ഞ് ടാറ്റ പറഞ്ഞ് പുന്നാര റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടിയിറങ്ങുകയാണ്. പാതിരാ സമയത്ത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയോട് സലാം പറഞ്ഞതിന് ശേഷം എവിടേക്കാണ് മുത്തുനബി ചെന്നതെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമീപത്തേക്കാണ് അന്നബി بكر والنومري والعلي والعثمان الكرمي سعد سعيد الزبير طلحة وأبي عبيدة وبن عوف عشير الكرم صلى مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم الله. ഹബീബായ തങ്ങളോടുള്ള മഹബത്തിനെ ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമല്ലാ. തങ്ങളോടുള്ള മഹബത്തിനെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. 10 സ്വഹാബത്തിന്റെ പേരാണ് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ സുഖലോക സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച മഹാന്മാരായ 10 സ്വഹാബ. അതിൽ നിന്ന് ഒന്നാമത്തെ
സ്വഹാബിയാണ് മഹാനായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കണ്ടിട്ടില്ലേ പരിശുദ്ധമായ മദീനയിൽ അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളെ കിടന്നിറങ്ങുന്ന പവിത്രമായ റൗള കണ്ടിട്ടില്ലേ? ആ റൗളയുടെ സമീപത്ത് മുത്തുനബിയോട് ചേർന്ന് കിടന്നിറങ്ങുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയോട് സലാം പറഞ്ഞ് മുത്തു റസൂലുള്ള മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ പാതിരാ സമയത്താണ് മുത്തു റസൂലുള്ള ഇറങ്ങുന്നത്. നേരെ ചെല്ലുന്നത് മഹാനായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലിരിക്കുമ്പോഴാണ് കതകമന്ന് മുട്ടുകയാണ്. അല്ലാഹുവേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വീടിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ലൊരു മനോഹരമായ പ്രകാശം കാണുകയാണ്. പാതിരാ സമയത്ത് നിലാവുദിച്ച പ്രകാശം ഞാൻ കാണാറുണ്ട്. നിലാവിന്റെ സുന്ദരമായ പ്രകാശം എല്ലാ ദിവസവും ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇന്ന് വല്ലാത്തൊരു പ്രകാശം എന്റെ ഭവനത്തിന്റെ അകത്തേക്ക് അടിച്ചു വരുന്നുണ്ടല്ലോ. ഇത് മുത്തുനബിയുടെ പ്രകാശമാണ്. ഇത് മുത്തുനബിയുടെ പ്രകാശമാണ്. ഇത് മുത്തുനബിയുടെ പ്രകാശമാണ്. എന്റെ മുത്തു റസൂലുള്ള വീട് മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കവാടം തുറക്കുകയാണ്. അപ്പോഴാണ് പുന്നാര റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിൽക്കുകയാണ്. യാ റസൂലല്ലാഹ്, ഈ പാതിരാ സമയത്ത് എന്തേ നബിയേ ഈ രാത്രി സമയത്ത് നിങ്ങൾ വന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാണ്, അബൂബക്കറേ ഞാൻ മക്കയിൽ നിന്ന് തൽക്കാലം വന്ന് മാറി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ട് തങ്ങളെ, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട് തങ്ങളെ. ഞാൻ മദീനയിലേക്ക് പോവാ, ഞാൻ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ് തങ്ങളെ. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അന മഅക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. തങ്ങൾ മദീനയിലേക്ക് പോവുകയാണോ? പരിശുദ്ധമായ മദീനയിലേക്ക് തങ്ങൾ പോവുകയാണോ? ജ്ഞാനമുണ്ട് നബിയെ, ജ്ഞാനമുണ്ട് നബിയെ, ജ്ഞാനമുണ്ട് നബിയെ, ജ്ഞാനമുണ്ട് നബിയെ. എന്നെ കൂടി തങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകുമോ തങ്ങളെ? ഞാനും തങ്ങളെ കൂടെ മദീനയിലേക്ക് പോരട്ടെ, ഞാനും തങ്ങളെ കൂടെ മദീനയിലേക്ക് പോരട്ടെ. എന്നെ കൂടി തങ്ങളെ കൊണ്ടുപോകുമോ നബിയേ? ഈ പാതിരാ സമയത്ത് വീട് വിട്ടിറങ്ങിയാൽ ശത്രുക്കളെ നമ്മളെ വളയുമല്ലോ തങ്ങളെ, ശത്രുക്കളെ നമ്മളെ കാത്തിരിക്കുകയാ നബിയേ. തങ്ങളെ ഒന്ന് കണ്ടാൽ അവരെ കല്ലെറിയാൻ, തങ്ങളെ കണ്ടാൽ അവരെ ചീത്ത വിളിക്കാൻ, ഭ്രാന്തനെന്ന് വിളിക്കാൻ, കൂക്കുവാക്ക് വിളിക്കാൻ ശത്രുക്കളെ പാതിരാ സമയത്തും തങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവാ. അതുകൊണ്ട് തങ്ങളെ ഒറ്റക്ക് പോയാ അപകടമാണ്. ഈ അബൂബക്കർ ഉണ്ടാകുമ്പോ തങ്ങളെ ഒറ്റക്ക് പോവല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലേ, ഞാനും തങ്ങളെ കൂടെ മദീനയിലേക്ക് പോരുകയാണ്. എന്നെ കൂടി തങ്ങളെ കൊണ്ടുപോവണം, എന്നെ കൂടി തങ്ങളെ കൊണ്ടുപോവണം, എന്നെ കൊണ്ടുപോവണം. അല്ലാഹുവേ, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ
മഹാനരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോവുകയാണ്. അവിടെ ഭാര്യയുണ്ടല്ലോ, മക്കളുണ്ടല്ലോ, കൂട്ടുകുടുംബങ്ങളുണ്ടല്ലോ, എല്ലാവരെയും ഉപേക്ഷിച്ച് മുത്ത് റസൂലുള്ളാഹിക്ക് വേണ്ടി ആരംഭ റസൂലുള്ളാഹിന്റെ കൂടെ കൂടുകയാണ്. മഹാനരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരെന്ന് പറയട്ടെ റസൂലേ, ആര് തങ്ങളെ പരിഹസിക്കട്ടെ നബിയേ, ആര് നിങ്ങൾ ഭ്രാന്തനാണെന്ന് പറഞ്ഞാലും, തങ്ങളെ ചീത്ത പറഞ്ഞാലും, തങ്ങളെ മക്കയിലെ ആരെന്ത് പറഞ്ഞാലും, അല്ലാഹുവിന്റെ ഹബീബേ ഞാൻ തങ്ങളെ കൂടെയാണ് നബിയേ. ഇല്ല റസൂലേ, ഒരുത്തനെയും ഞാൻ സമ്മതിക്കൂല, തങ്ങളെ മേലിൽ ആക്രമിക്കാൻ ഒരുത്തനെയും ഈ സിദ്ദീഖ് സമ്മതിക്കൂല. തങ്ങളെ കൂടെ തങ്ങളെ വന്ന് വേദനിപ്പിക്കാൻ ഈ അബൂബക്കറുള്ള കാലത്തോളം നടക്കൂല നബിയേ. നോക്കിയേ നിങ്ങൾ, പാതിരാ സമയത്ത് വീട് വിട്ടിറങ്ങുന്നു മുത്തു റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കുടുംബം ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി ഒന്നും നോക്കാതെ മുത്തുനബിയുടെ കൂടെ ചൊല്ലുകയാണ്. അങ്ങനെ രണ്ടുപേരും അതാ പരിശുദ്ധമായ മദീനയിലേക്ക് ഹിജറ പോകുന്നു. പവിത്രമായ മക്ക വിട്ടുകൊണ്ട് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ പവിത്രമായ മക്കയോട് സലാം പറഞ്ഞ്, കഅബാലയത്തിനോട് സലാം പറഞ്ഞ്, പിറന്ന നാടിനോട് കണ്ണീരോടെ, പിറന്ന നാട്ടിൽ നിന്ന് കണ്ണീരോടെ മുത്തു റസൂലുള്ള മക്ക വിടുകയാണ്. പിന്നാരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ മക്ക വിടുകയാണ്. കൂടെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അല്ലാഹുവേ, അങ്ങനെ വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാല് ഭാഗത്തേക്കും ഇങ്ങനെ നോക്കുന്നുണ്ട്, വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുന്നതിന്റെ മുന്നിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. അത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തേക്ക് ഓടുകയാണ്. അത് കഴിഞ്ഞാൽ ഒരുപാടങ്ങ് മുന്നോട്ടോടുകയാണ്. അത് കഴിഞ്ഞാൽ പിറകോട്ടോടുകയാണ്. നാല് ഭാഗത്തേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓടാൻ തുടങ്ങി. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോവാൻ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് നാല് ഭാഗത്തും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. മദീനയിലേക്ക് പോകുന്ന വഴിയാണ്. എന്തോ ഒരു നല്ല ചരിത്രങ്ങൾ പറയേണ്ട, നിങ്ങൾക്ക് നല്ല രസകരമായ കഥകളൊക്കെ പറയണ്ട. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമ്മളിപ്പോ നിങ്ങൾ ആലോചിച്ച്, നമ്മളിപ്പോ ഒരാൾ നടക്കുമ്പോ നമ്മളെ കൂടെ അല്ല ഒരാള് നമ്മളെങ്ങനെ വലയം ചെയ്യാം, നമ്മളെങ്ങനെ ചുറ്റുക, എന്താ ഇത് സംഭവം? കുറെ വലത് ഭാഗത്തേക്ക് പോകും, കുറെ ഇടത് ഭാഗത്തേക്ക് പോകും, കുറെ മുന്നോട്ടോടും, കുറെ ബാക്കിലേക്കോടും. എന്ത് പറ്റി സിദ്ദീഖ് തങ്ങളെ? എന്താണ് വിഷയം? എന്താ നിങ്ങൾ ഇങ്ങനെ പോണേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു അല്ലാഹുവേ, എന്തോരു വലിയ സ്നേഹമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ഞാൻ എന്തിനാണ് അങ്ങനെ പോയതെന്നറിയോ നബിയേ? ഒരുപാട് ഞാൻ മുന്നോട്ടും വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും പിറകോട്ടും ഞാൻ ഇങ്ങനെ ഓടിയത് എന്തിനാണെന്നറിയോ റസൂലേ? നമ്മളെ പോകുന്ന വഴിയിൽ അഥവാ ശത്രുക്കൾ ആരെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടോ തങ്ങളെ എന്നറിയാൻ വേണ്ടിയാ ഞാൻ മുന്നിലോട്ട് ഓടിപ്പോയത്. എന്റെ മുത്തുനബിയെ അവരെങ്ങാനും ആക്രമിച്ചാൽ എനിക്ക് സഹിക്കൂല. എന്റെ പുന്നാര റസൂലുള്ളാഹിനെ ഒരു കല്ലെടുത്തുകൊണ്ട് എറിയുന്നത് പോലും ഈ അബൂബക്കറിന് സഹിക്കൂല.
ശത്രുക്കള് നാല് ഭാഗത്തും ഒളിച്ചു നിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഞാൻ മുന്നോട്ട് ഓടിപ്പോയത്. എന്തിനാണ്? അഥവാ അവിടെ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ്. അങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ മുത്ത് റസൂലുള്ള പിറകിലാണല്ലോ. ഉടനെ തന്നെ ഞാൻ തങ്ങളെ സമീപത്തേക്ക് ഓടി വരികയാണ്. കുറച്ചു കഴിഞ്ഞാൽ എന്റെ മുത്തുനബിയെ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ പിറകിലോട്ട് ഓടുന്നത് നബിയേ. അങ്ങനെ ഓടിക്കഴിയുമ്പോഴാണ് എന്റെ വീണ്ടും മനസ്സിലേക്ക് തോന്നുന്നത് ഞാൻ പിറകിലാണ്, മുത്തുനബി മുന്നിൽ ഒറ്റക്കാണല്ലോ. വീണ്ടും അതുകൊണ്ടാണ് ഞാൻ തങ്ങളെ സമീപത്തേക്ക് ഓടി വരുന്നത്. പിന്നെ വലതു ഭാഗത്തേക്ക് ഞാൻ പോകുന്നത് എന്തിനാ? അല്ലാഹുവേ, ഞാൻ വലതു ഭാഗത്ത് വല്ല ശത്രുക്കളും ഒളിച്ചു നിൽക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് തങ്ങളെ. അവിടെ ചെല്ലുമ്പോഴാണ് പിന്നെയും മനസ്സ് തോന്നുന്നു എന്റെ മുത്തുനബി ഒറ്റക്കാണല്ലോ. അങ്ങനെ ഞാൻ ഓടി വരും. കുറച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടതു ഭാഗത്തേക്ക് ഓടിപ്പോകും നബിയേ. അവിടെ ശത്രുക്കളുണ്ടോ എന്ന് നോക്കുകയാണ് തങ്ങളെ. അവിടെയും പോകുമ്പോഴാണ് മനസ്സ് തോന്നുന്നത് എന്റെ മുത്തുനബി ഒറ്റക്കാണല്ലോ. അപ്പോഴാണ് ഞാൻ തിരിച്ചോടി വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലയം നിൽക്കുകയാണ്. നിയലില്ലാത്ത മുത്തുനബിയുടെ നിയല് പോലെ കൂടെ നിന്ന മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഉറക്ക ചൊല്ലണം ഉമ്മമാരെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉറക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, എത്രയാണ് അവരെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത്, എത്രയാണ് മുത്തു റസൂലുള്ളാഹി അവനെ മഹബ്ബത്ത് വെച്ചത്. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രത്തോളമാണ് മുത്തു റസൂലുള്ളാഹിക്ക് പ്രൊട്ടക്ഷൻ നൽകിയത്. അതൊന്ന് ഇനി വേറെ കേൾക്കണോ? അബൂബക്കർ സിദ്ദീഖ് അങ്ങനെ മക്കത്ത് ഇങ്ങനെ പോവാണ്, മദീനത്തേക്ക് ഇങ്ങനെ പോവാണ്. ശത്രുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ പോയ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തതാ എന്താ ചെയ്യണത്? നമ്മൾ ചെയ്യാറുണ്ടല്ലോ, ഇങ്ങനെ കാലിങ്ങനെ തെന്നി ഇങ്ങനെ നടക്കുമല്ലോ. നമ്മളിപ്പോ എങ്ങനെ നടക്കുക? നേരെയല്ലേ നടക്കുക? അതേ കണ്ടോ, ഇങ്ങനെ നേരെയല്ലേ നടക്കുക, ഇങ്ങനെ നടക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? കാലിങ്ങനെ തെന്നി ഇങ്ങനെ നടന്നു. എന്നിട്ട് കുറെ അങ്ങോട്ടോടി, കുറെ ഇങ്ങോട്ടോടി. അപ്പൊ അതെന്താ? കുറെ വലതു ഭാഗത്തേക്ക് ഇടത് ഭാഗത്തേക്ക്. മുത്തുനബി ചോദിച്ചു, എന്ത് പറ്റി സിദ്ദീഖ് തങ്ങൾ, എന്തെങ്ങനെ ചെയ്യണത്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബിയെ, ഞാൻ വലതു ഭാഗത്തേക്കും ഇടത് കാലിങ്ങനെ മാറ്റി വെക്കുന്നത് എന്തിനെന്നറിയോ? എന്റെ കാൽപാദം ഈ മണൽ മരുഭൂമിയിൽ പതിയും. എന്റെ കാൽപാദം ഈ മണൽ മരുഭൂമിയിൽ പതിയും. ശത്രുക്കൾക്കറിയാം നമ്മള് മദീനയിലേക്ക് പോകുന്നില്ലേ. അപ്പൊ എന്റെ കാൽപാദം കണ്ടിട്ട് അവര് നമ്മളെ പിന്തുടരും. ഐഡിയ ആലോചിച്ച് നോക്കണം നിങ്ങള്. എന്റെ കാൽപാദം കണ്ടിട്ട് അവര് നമ്മളെ പിന്തുടരുമ്പോ, ഈ കാൽപാദം കണ്ടോ, ഇത് അബൂബക്കറിന്റെ കാൽപാദം, ഇത് സിദ്ദീഖ് തങ്ങളെ കാൽപാദാണ് എന്ന് പറഞ്ഞിട്ട് അബൂജഹൽ ടീം കുരുട്ടുബുദ്ധിന്റെ ആശാനാണ്. കുരുട്ടുബുദ്ധിന്റെ ആശാനാണോ? അപ്പോ ഈ കാൽപാദം കണ്ടിട്ട് അവരിങ്ങനെ നമ്മളെ തെരഞ്ഞു വരുമ്പോ, ഞാൻ കുറെ അങ്ങോട്ട് പോകുമ്പോ കാൽപാദം അങ്ങോട്ടാ പോയത്. അപ്പോ അവര് വഴി തിരിച്ചിട്ട് അങ്ങോട്ട് പോയിക്കോളും. കുറെ കാൽപാദം, എന്റെ കാൽപാദം വലതു ഭാഗത്തേക്കാണ് കാണുന്നത്. ഇതിലാ പോയത്. അപ്പൊ ഇതിൽ അവര് പോയിക്കോളും. നമ്മളെ പറയല്ലേ, ജസ്റ്റ് റൈറ്റ്, ജസ്റ്റ് ലെഫ്റ്റ് അറിയില്ലേ, നമ്മളെ ഗൂഗിൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ. അപ്പോ വലതു ഭാഗത്തേക്ക് പോയിക്കോളും, കുറെ ഇടത് ഭാഗത്തേക്ക് പോയിക്കോളും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ശത്രുക്കള് വഴി പിയച്ച് പോവാൻ വേണ്ടി, നമ്മളെ ആക്രമിക്കാൻ വരുന്നവര് ഈ കാൽപാദം കണ്ട് വഴി പിയച്ച് പോവാൻ വേണ്ടിയാണ്. അവര് വഴി തെറ്റിയിട്ട് വഴി മാറിയിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പുഞ്ചിരിച്ചു.
മുത്തുനബിക്ക് പ്രൊട്ടക്ഷൻ നൽകുകയാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, എന്റെ അബൂബക്കറിന്റെ ഈമാനിനെ കവച്ചു വെക്കാൻ ലോകത്ത് മറ്റൊരാളുടെ ഈമാനിന് കഴിയൂല. ഉമ്മമാരെ, ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളുടെ ഈമാനിന് തുലാസിൽ തൂക്കം ചെയ്താലും ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ മുഅ്മിനീങ്ങളുടെ ഈമാനിനെയും ഇനി വരാൻ പോകുന്ന മുഅ്മിനീങ്ങളുടെ ഈമാനിനെയും ഒരു തുലാസിൽ തൂക്കം ചെയ്താൽ അപ്പുറത്തുള്ള തുലാസിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ഈമാനിനെയും വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് എന്റെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഈമാനിനാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ആലോചിച്ചോക്കെ, നമ്മുടെ ഈമാന് ലോകത്തുള്ള സർവ്വ ആളുകളുടെ ഈമാനും ഒരു തുലാസ് കണ്ടിട്ടില്ലേ? തുലാസ് കണ്ടുകണോ? ഇപ്പൊക്കെ ഇപ്പത്തെ തുലാസൊക്കെ വേറെയാണ്, ഇലക്ട്രിക് തുലാസാണ്. അതിനൊരു ബട്ടൺ ഇങ്ങനെ നെക്കിയിട്ട് അതിമങ്ങ സാധനം വെച്ച് അതിങ്ങനെ കറങ്ങി ഇങ്ങനെ വന്നിട്ട് അല്ല ആ എത്ര കിലോണ് എല്ലാം ഇങ്ങോട്ട് എടുത്ത് കാണിക്കും. പഴയ തുലാസ് ഉണ്ട്. എങ്ങനെ പിന്നെ എങ്ങനെ ഞാൻ കാണിച്ചു തരാം. പഴയ തുലാസ് ഉണ്ട്. ഒരു കമ്പിമ്മ ഇങ്ങനെ ചെങ്ങല കൊണ്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ട് രണ്ട് കൊട്ട ഉണ്ടാവും അല്ലെ? പഴയ പീഡിയയിലൊക്കെ കാണാൻ കഴിയും. ഇപ്പോഴും ചില പീഡിയകളിലൊക്കെ ഉണ്ട്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലോകത്തുള്ള മുഴുവൻ ആളുകളെ ഈമാൻ ഒരു തുലാസിൽ തൂക്കം ചെയ്തു. ഒരു തുലാസിൽ എല്ലാവരുടെ ഈമാന്റെ തൂക്കം അത്രയൊക്കെ ഉണ്ടാകും. അത് തള്ളലല്ലേ? ഒരു തള്ളലും അല്ല, കാര്യമാണ് ഈ പറയണത്. ലോകത്തുള്ള മുഴുവൻ ആളുകളെ ഈമാൻ ഒരു തുലാസിൽ തൂക്കം ചെയ്ത് ഇപ്പുറത്തെ തുലാസിലോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെയും നിങ്ങൾ തൂക്കം ചെയ്യുക. അങ്ങനെ തൂക്കം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈമാൻ വർദ്ധിക്കുന്നത്, ഏറ്റവും കൂടുതൽ കനം കൂടുന്നത് എന്റെ കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, എത്ര വലിയ ഭാഗ്യം കിട്ടിയ സ്വഹാബിയല്ലേ, എത്ര വലിയ ഭാഗ്യം ലഭിച്ച സ്വഹാബിയാണല്ലോ. അതുകൊണ്ടാണ് സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന സമയത്ത് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ മഹാനായ സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാവും. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിറാത്ത് പാലം വിട്ടുകിടക്കുന്ന സമയത്ത് ഇതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറകിലുണ്ട് എന്ന് ചരിത്രം പറയുകയാണ്. സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോ ആരംഭ റസൂലുള്ളാഹിന്റെ പിറകിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ സിറാത്ത് പാലത്തിൽ നിന്ന് ഇടക്കിടക്ക് പിറകോട്ട് തിരിഞ്ഞു നോക്കും തങ്ങളെ. സിറാത്ത് പാലം വിട്ടുകിടന്നാണ് സിറാത്ത് പാലത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്നതാണ്. എന്റെ ഉമ്മത്ത് എവിടെയാണെന്നറിയാൻ ഞാൻ തിരിച്ചു വരുന്നതാണ്. എന്റെ ഉമ്മത്ത് എവിടെ, എന്റെ ഉമ്മത്ത് എവിടെ എന്നറിയാൻ വേണ്ടി ഞാൻ തിരിച്ചു വരുന്നതാണ് തങ്ങളെ. അങ്ങനെ സിറാത്ത് പാലത്തിൽ നിന്ന് ഞാൻ വലത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ കാണുന്നത് നിങ്ങളാ. സിറാത്ത് പാലത്തിൽ നിന്ന് ഇടത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളാ. സിറാത്ത് പാലത്തിൽ നിന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കിയാ കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ. നിങ്ങളാണ് 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 നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുക.
പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ കൂടെ സ്വർഗത്തിലേക്ക് ആദ്യമായി കടക്കുന്നത് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അതുകൊണ്ടാണല്ലോ ആ മഹാനവറുകൾ മുത്തു റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് ഹയാത്ത് കാലത്തുള്ളത് പോലെ തന്നെയാണ് എപ്പോഴും മുത്തുനബിയോട് ചേർന്ന് നിന്നുള്ള ജീവിതമാ. ഇന്നും കിടന്നുറങ്ങുന്നു പവിത്രമായ മദീനയുടെ മണ്ണിലെ ആരംഭ റസൂലുള്ള കിടന്നുറങ്ങുന്ന മണ്ണിലെ മുത്തുനബിയുടെ റൗളയോട് ചേർന്ന് കിടന്നുറങ്ങുകയാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ യാത്ര പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോകുമ്പോഴാണ് അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ദാഹം വരികയാണ്. മുത്തുനബിക്ക് വല്ലാത്ത ദാഹം വരികയാണ്. ആ ദാഹം വന്ന സമയത്ത് ഒന്നുമില്ലല്ലോ കഴിക്കാന്, ഭക്ഷണമില്ല, കുടിക്കാന് വെള്ളമില്ല, വല്ലാത്തൊരു അവസ്ഥയാണ്. അല്ലാഹുവേ, ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമോ നബിയേ, തങ്ങളൊന്ന് കാത്തു നിൽക്കുമോ തങ്ങളെ, തങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലോ, തങ്ങൾക്ക് വിശക്കുന്നുണ്ടോ നബിയേ, തങ്ങൾക്ക് വിശക്കുന്നുണ്ടോ നബിയേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് യാത്രക്കടയിൽ വിശപ്പ് വന്നപ്പോ, ദാഹം വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്താണെന്നറിയണ്ടേ? ഇൻഷാ അല്ലാഹ് കഥ പറയുന്ന മദീന അവസാനിക്കുന്നില്ല, പറഞ്ഞു തരുന്നുണ്ട്. ആ സുന്ദരമായ ഒരു ചരിത്രമാണ് ഇനി പറയാനുള്ളത്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവേ ദാഹവന്ന സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത മനോഹരമായ ഒരു സംഭവമുണ്ട്. ആ സംഭവം നാളത്തെ ദിവസം ഞാൻ പറഞ്ഞു തരാം. അതോടുകൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നടന്നു പോകുന്ന വഴിയോരത്ത് വെച്ച് ചെറിയ ഒരു പാറ മുത്തുനബിയോട് സംസാരിക്കുകയാണ്. ചെറിയൊരു പാറ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്തുനബി സാധാരണക്കാരനല്ല, മുത്തുനബി സാധാരണ ഒരു പ്രവാചകനല്ല. പലരും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്നവരുണ്ട്. മുത്തു റസൂലുള്ള ഒരു സാധാരണക്കാരനാണെന്ന് പറയുന്നവരുണ്ട്. നിങ്ങൾ അതിൽ വീണുപോവരുത്. മുത്തുനബി സാധാരണക്കാരനാണെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. മുത്തുനബി സാധാരണ അറബി പയ്യനാണെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. നമ്മുടെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും ഒരു സാധാരണക്കാരനല്ല. അല്ലാഹുവിന്റെ റസൂലാണ്. ചെറുപ്പം മുതലേ പ്രവാചകത്വമുള്ളവരാണ്. അല്ലാഹുവേ, അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി സാധാരണക്കാരനാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യൂനത വരുന്ന സംസാരം പോലും നമ്മുടെ സംസാരത്തിൽ നിന്ന് ഉണ്ടായിക്കൂടാ. അല്ലാഹുവേ, ആ മുത്തുനബിയോടുള്ള മഹബ്ബത്തിനെ ഞങ്ങൾ ഹൃദയാദരത്തിന്റെ അകത്ത് നീ വർദ്ധിപ്പിച്ചു തരണമല്ലാ.